ട്രംപിന്റെ രണ്ടാം വരവിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപ് പ്രസിഡന്റ് ആവുന്നത് തടയാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ തടയാനായില്ല എന്നത് വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നതാണ്. ആധികാരിക വിജയം നേടിത്തന്നെയാണ് രണ്ടാം വരവ്. ഇലക്ട്രൽ കോളേജിന് പുറമെ കൂടുതൽ പോപ്പുലർ വോട്ടുകളും സെനറ്റും നേടിയാണ് ഇത്തവണ അധികാരത്തിലെത്തുന്നത്. സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമഗ്ര ആധിപത്യം നേടിയാണ് സുഗമമായ ഭരണത്തിന് കരുത്തേകുന്നത്. പ്രസിഡന്റായി ഇരിക്കുമ്പോൾ മത്സരിച്ച് പരാജയപ്പെടുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത വ്യക്തി എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനു മുൻപ് 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് സമാനമായ രീതിയിൽ ഗ്രോവർ ഗ്രീവ്ലാൻഡ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. 1885 മുതൽ 1889 വരെയും 1893 മുതൽ 1897 വരെയുമാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. 2017 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് 2021 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും പിന്നീട് 2024 തിരഞ്ഞെടുപ്പിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. രണ്ടാം വരവിൽ ട്രംപിന്റെ നയപരിപാടികളെക്കുറിച്ച് ലോകം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചർച്ചകളും സജീവമാണ്.